ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി പ്രാദേശിക പാർട്ടികൾ വലിയ ശക്തിയായി മാറുമെന്നാണ് തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും ഭാരത് രാഷ്ട്ര സമിതി നേതാവുമായ കെ ചന്ദ്രശേഖർ റാവു അവകാശപ്പെടുന്നത്. പ്രാദേശിക ശക്തികൾ കരുത്തരാണ്, അവർ വൻ വിജയം നേടും. എൻഡിഎയും ഇന്ത്യ സഖ്യവും പ്രാദേശിക കക്ഷികളെ പിന്തുണയ്ക്കേണ്ടി വരുമെന്ന് ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിക്കവേ KCR പറഞ്ഞു. ഇത്തവണ വമ്പൻ സർപ്രൈസ് ആണ് നടക്കാനിരിക്കുന്നത്. രാജ്യത്ത് ഒരു പുതിയ കാര്യം തന്നെ സംഭവിക്കും. എല്ലാ പ്രാദേശിക കക്ഷികളും കരുത്തരാണ്, അവർ വലിയ ശക്തിയായി മാറും. അതുകൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികൾ ഇന്ത്യ സഖ്യത്തെയോ എൻഡിഎയോ പിന്തുണയ്ക്കുന്നുവെന്ന ചോദ്യം ഉദിക്കുന്നില്ല. മറിച്ച് ഇരു കൂട്ടരും പ്രാദേശിക ശക്തികളെ പിന്തുണയ്ക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു റിവേഴ്സ് ട്വിസ്റ്റ് ആയിരിക്കും സംഭവിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കൂറ്റൻ വിജയം BRS സ്വന്തമാക്കുമെന്നും KCR അവകാശപ്പെടുന്നുണ്ട്. കോൺഗ്രസ് സംസ്ഥാനത്ത് വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന പ്രഖ്യാപനം മാത്രമാണ് അവർ ആകെ നടപ്പാക്കിയിട്ടുള്ളത്. അത് തന്നെ വലിയൊരു തമാശയായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ ബസ്സിൽ തമ്മിൽ തല്ലുകയാണ്, ഓട്ടോ ഡ്രൈവർമാർ റോഡിലും. ഇതൊക്കെ കൊണ്ടാണ് സാധാരണക്കാർ സർക്കാരിനെതിരെ നിൽക്കുന്നത്. എന്റെ ഭരണകാലത്ത് ഏറെ ആത്മവിശ്വാസം ലഭിച്ച കർഷക സമൂഹവും കടുത്ത അമർഷത്തിലാണ്. അതിന്റെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇക്കുറി 12 സീറ്റ് വരെ BRSന് നേടാൻ സാധിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി പരാജയപ്പെടാൻ കാരണം കോൺഗ്രസിന്റെ വമ്പൻ വാഗ്ദാനങ്ങളായിരുന്നുവെന്ന് KCR എടുത്തു പറയുന്നുണ്ട്. BRSും കോൺഗ്രസും തമ്മിൽ വോട്ട് വിഹിതത്തിലുള്ള വ്യത്യാസം വെറും 1.8% മാത്രമായിരുന്നു. നിയമസഭയിലെ 1/3 സീറ്റുകൾ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. അതൊട്ടും ചെറിയ കാര്യമല്ല. കോൺഗ്രസിന് KCR നൽകിയതിനേക്കാൾ നൽകാൻ സാധിക്കുമെന്ന് അവർ കരുതി. അങ്ങനെ ഞങ്ങളെ പരാജയപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് പലരും തിരിച്ചറിഞ്ഞു. വഞ്ചിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും KCR തുറന്നടിച്ചു. പൊള്ളയായ പ്രചരണമാണ് BJP സംസ്ഥാനത്ത് നടത്തുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടിപ്പോയാൽ ഒരു സീറ്റ് ലഭിച്ചേക്കും. അല്ലെങ്കിൽ സംസ്ഥാനത്തെ അക്കൗണ്ട് തന്നെ പൂട്ടും. മോദിയുടെ ഇമേജ് തന്നെ നഷ്ടമായി. രാജ്യത്തെ ജനങ്ങളെല്ലാവരും നിരാശയിലും ദേഷ്യത്തിലുമാണെന്നും KCR ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതേസമയം ഈ മാസം ആദ്യം ചന്ദ്രശേഖർ റാവു പ്രചരണ വിലക്ക് നേരിട്ടിരുന്നു. 48 മണിക്കൂർ നേരത്തേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് നടപടിയെടുത്തത്. ചന്ദ്രശേഖർ റാവു പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയും മോശം പരാമർശങ്ങൾ നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഏപ്രിൽ 5-നാണ് KCR വിവാദ പരാമർശങ്ങൾ നടത്തിയത്. പരാമർശങ്ങളെ അപലപിക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. പൊതുയോഗങ്ങളോ പൊതുപരിപാടികളോ റാലികളോ അഭിമുഖങ്ങളോ 48 മണിക്കൂറിൽ നടത്താൻ പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. കോൺഗ്രസ് പ്രവർത്തകരെ നായ്ക്കളുമായിട്ടാണ് KCR താരതമ്യം ചെയ്തത്. ഇക്കാര്യം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമാവുകയും ചെയ്തു. തന്റെ ചില പരാമർശങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നതെന്ന് KCR ആരോപിച്ചിരുന്നു. താൻ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തന്നെ തെറ്റാണ്, അത് വളച്ചൊടിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ KCRന്റെ വാദങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിലും ചന്ദ്രശേഖർ റാവു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു.